2 മണിക്കൂറിൽ 2 വിസിലുകൾക്കിടയിൽ കളിയും ജീവിതവും പാസ് ചെയ്ത് കാഴ്ചയുടെ വല കുലുക്കുന്ന ഗോൾ നേടുന്ന സിനിമയാണ് ബോളഗോൾ. അപ്പോൾ എല്ലാതരം പ്രേക്ഷകരെയും പിടിച്ചിരുത്തുന്ന, എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. നന്മകളെ ഉയർത്തിക്കാട്ടുന്ന, എവിടെയും നന്മകൾ കൊണ്ട് നമുക്ക് പോരാടി വിജയിക്കാൻ പറ്റുമെന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ്. നമുക്ക് ഒരു നല്ല താരത്തെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ഒരു നല്ല ഫുട്ബോളറെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുട്ടികളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അവരെ ഫുട്ബോളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്കും മോനുണ്ട്, അവരും കൂടി ഞാൻ ചെയ്താൽ എനിക്കിത് ചെയ്യണമെന്ന് അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്താണോ ഇഷ്ടം, ആ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ നാട്ടിൻപുറത്ത് ചെയ്ത് നടന്നിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. തൂഫാന്റെ കാലഘട്ടമാണല്ലോ, ലഹരിനോടുള്ള എതിർപ്പും എല്ലാം കൊണ്ട് കറക്റ്റ് ടൈമിനാണ് ഈ പടം റിലീസാക്കാൻ തന്നത്. ദിവസങ്ങൾ മാസങ്ങളൊന്നും ഇല്ല, ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് പഠിച്ചെടുത്താണ് സത്യം പറഞ്ഞാൽ. ഇത് പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയുള്ള ഒരു സിനിമയല്ല, ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു സിനിമയാണ്. ബോളാഗോളം എന്ന് പറയുന്നത് ഫുട്ബോൾ ഈ ഭൂഗോളത്തിനൊപ്പം പിറന്ന കളിയാണ് എന്ന് ചൊല്ലിൽ നിന്നുണ്ടായ ഒരു ടൈറ്റിലാണ്. ബോളാണ് ഗോളം, ഗോളം എന്ന് പറയുന്നത്. എ പാസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഫുട്ബോൾ എന്നാണ് ഇതിൻ്റെ ടാഗ് ലൈനായിട്ട് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ജീവിതത്തിനും കളിക്കുമിടയിലെ കൊടുക്കൽ വാങ്ങലുടെ കഥയാണ് സിനിമ പറയുന്നത്. BBC റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഐസ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററിനെ ബേസ് ചെയ്തിട്ട് നാട്ടിലെ ഗ്രൗണ്ട് നഷ്ടപ്പെട്ട ഒരു റിയൽ ഇൻസിഡൻറ്റിനെയും കൂട്ടിച്ചേർത്ത് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ബോളാഗോളത്തിൻ്റേത്. ഇതിൽ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഫുട്ബോൾ കോച്ചായിട്ടാണ് ഞാനിതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫുട്ബോളിനെ അത്രയ്ക്ക് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ അങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് വർഷങ്ങളായി. അപ്പോൾ അങ്ങനെ ഒരു കോച്ചായിട്ട് അഭിനയിക്കുക, ഒരുപാട് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അതൊക്കെ എന്നെ സംബന്ധിച്ചൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്തരത്തിൽ നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞാനും പ്രീമിയർ ഷോ കണ്ടായിരുന്നു. ശരിക്കും സ്വയം അഭിനയിച്ച സിനിമയായതുകൊണ്ട് പറയല്ല, നമ്മുടെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടുന്ന, നന്മകളെ ഉയർത്തിക്കാട്ടുന്ന, എവിടെയും നന്മകൾ കൊണ്ട് നമുക്ക് പോരാടി വിജയിക്കാൻ പറ്റുമെന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ്. തീർച്ചയായും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ഞങ്ങളുടെ ബോളാഗോളം ഗോൾ അടിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. കാരണം അത്തരത്തിൽ ഒരു എലമെൻ്റാണ് നമ്മുടെ ഈ സൊസൈറ്റിയിലേക്ക് ബോളാഗോളം കാഴ്ചവെക്കുന്നത്. എല്ലാവരും ചിത്രം തിയേറ്ററിൽ തന്നെ കാണണം. നിങ്ങളിതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. വളരെ നല്ലൊരു അനുഭവം നിങ്ങൾക്ക്, വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. 2 മണിക്കൂറിൽ 2 വിസിലുകൾക്കിടയിൽ കളിയും ജീവിതവും പാസ് ചെയ്ത് കാഴ്ചയുടെ വല കുലുക്കുന്ന ഗോൾ നേടുന്ന സിനിമയാണ് ബോളാഗോളം. ഈ സിനിമയുടെ ക്ലൈമാക്സ് സത്യത്തിൽ സ്ക്രീനിലല്ല, അത് റിയൽ ലൈഫിലാണ് എന്ന് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ടിക്കറ്റ് ഈസ് ടോക്കൺ എന്നുള്ളതാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരാശയം. കാരണം സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് സിനിമ ടിക്കറ്റ് എടുത്തിട്ട് ഒരു സിനിമ കാണാം എന്നതിൻ്റെ അപ്പുറത്ത് സിനിമയുടെ യഥാർത്ഥ ക്ലൈമാക്സ് ഒരു ഗ്രൗണ്ട് വാങ്ങിക്കാനാണ്, നാട്ടിൻപുറത്ത് ഗ്രൗണ്ട് വാങ്ങിക്കാനാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് പ്രബുദ്ധരായ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ബോള് സമൂഹത്തിൻ്റെ കോർട്ടിൽ ഞങ്ങൾ വെക്കുകയാണ്. അത് ഗോൾ നേടണോ അത് മിസ് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രബുദ്ധരായ കേരള സമൂഹമാണ്. ഒരുപാട് നാട്ടിലുണ്ട് ഇതേപോലെ ഗ്രൗണ്ടുകളില്ലാതെ പലരും ഈ ലഹരിക്ക് പിന്നാലെ പോണതൊക്കെ കളിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതിൻ്റെ കാരണത്താലാണ് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കഥകൾ ഇതിൽ 2-3 കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, പ്രൊഡ്യൂസറിനാവട്ടെ, ഡയറക്ടർക്ക്, അതേപോലെ ജിബ്രു, എല്ലാവർക്കും. അപ്പോൾ ഇവരൊക്കെ ഒരു വൻ വിജയമായിട്ട് ഈ പടം മാറണം എന്നാണ് മലപ്പുറത്തുള്ള ഞങ്ങളെ രണ്ടാളും ഒരു പ്രാർത്ഥന. സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും എനിക്കുള്ളൊരു പ്രശ്നമാണോന്ന് അറിയില്ല, കളിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഒരാൾ വന്ന് സിനിമാ നാടകം വിളിച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. അതേപോലെ തന്നെ അഭിനയിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് കളിക്കാരാ വിളിച്ചാൽ എനിക്ക് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമാണ്. പക്ഷേ ഈ സിനിമയിൽ കുഴപ്പമില്ല, കാരണം രണ്ടുമുണ്ട്, കളിയുണ്ട് അതേപോലെ തന്നെ അഭിനയമുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ പറയാനുള്ളത്, ഞാൻ ക്യാരക്ടറിലേക്ക് വരാം. ഞാൻ തൊത്തു എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്തത്. നല്ലൊരു പേരാണ് തൊത്തു. അപ്പം തൊത്തുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുട്ബോൾ ഒരുപാട് നെഞ്ചോട് ചേർക്കുന്ന ഒരാളാണ്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റും കാര്യങ്ങളും, അദ്ദേഹം പഠിച്ച സ്കിൽസും. പിന്നെ കുറേ ആൾക്കാരോട് ചോദിച്ചു ഈ സ്കില്ലൊക്കെ എപ്പം പഠിച്ചെടുത്താണ്. ഇപ്പോൾ ഒരേട്ടൻ ചോദിച്ചാൽ എത്ര ദിവസം കൊണ്ട് പഠിച്ചെടുത്താണ്. ദിവസങ്ങൾ മാസങ്ങളൊന്നും ഇല്ല, ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് പഠിച്ചെടുത്താണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ ഏകദേശം എനിക്കൊന്ന് 6-7 വർഷമായി. ഇതുവരെ അത് എനിക്ക് ഉപയോഗപ്പെട്ടില്ല, പക്ഷേ ഈ സിനിമയിൽ എനിക്ക് ഉപയോഗപ്പെട്ടു. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് സാധനം എപ്പം പഠിച്ചു വെച്ചാലും അത് എന്തെങ്കിലുമൊക്കെ ഉപയോഗപ്പെടും.
ഞാൻ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മെസ്സേജും അതുപോലെ തന്നെ ഈ സിനിമയുടെ ഒരു ബേസിനെ കുറിച്ചുമാണ്, ഇതുമായിട്ട് ബന്ധമില്ലെങ്കിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്, ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ ചെറിയ വാക്കുകളിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഏഷ്യൻ രാജ്യമായിട്ടുള്ള ജാപ്പനീസ് ഫുട്ബോളിന് ഒരു നല്ലൊരു ഉയർച്ച ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ കാലയളവിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതിന് പരമപ്രധാനമായ റീസൺ അവർ ഫുട്ബോളിലേക്ക് പാഷനേറ്റായി ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്തത് പൈസ മുഖേനയല്ല, അവർ സ്നേഹം മുഖേനയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ഈ ഒരു സിനിമയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ജാപ്പനീസ് ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവർ ഒരുപാട് വർഷങ്ങളായി കഷ്ടപ്പെടുന്നതിൻ്റെ കൂടെ കുട്ടികളിലേക്ക്, അതായത് നമുക്ക് ഒരു നല്ല താരത്തെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ഒരു നല്ല ഫുട്ബോളറെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുട്ടികളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അവരെ ഫുട്ബോളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേ സ്റ്റോറി തന്നെയാണ് ഇവിടെ ഗോളം ബേസിക്കലി പറയുന്നത്. അപ്പം ജാപ്പനീസ് ഫുട്ബോൾ ഒരു കൾച്ചറിൽ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഗതിയാണ്. അവർ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനൊപ്പം തന്നെ വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്കുള്ളിലേക്ക് ഫുട്ബോളിനെ അവരുടെ വെയിൻസിനുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ക്യാപ്റ്റൻ സുബാസു എന്ന് പറയുന്ന ഒരു അനിമെ ക്യാരക്ടർ വെച്ച് വളരെ ചെറിയ പ്രായം മുതലേ തന്നെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങി. നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യ ലോകകപ്പ് കളിക്കുന്നില്ല എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. നമുക്ക് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ കാടടച്ച് വെടിവെച്ച സിസ്റ്റം ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഇതേ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ജപ്പാൻ എടുത്തൊരു വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഒരു ക്യാപ്റ്റൻ സുബാസു എന്ന് പറയുന്ന ഒരു അനിമെ ക്യാരക്ടർ യൂസ് ചെയ്ത് കുട്ടികളിലേക്ക്, കുട്ടികളുടെ ബ്ലഡിലേക്ക്, വെയിൻസിലേക്ക് അവർ ഫുട്ബോൾ ഇഞ്ചെക്ട് ചെയ്തു. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു മെസ്സേജ് നൽകുന്ന ഒരു സിനിമയാണ്. കുട്ടികളെ ഈ ഒരു തൊത്ത് എന്ന് പറയുന്ന ക്യാരക്ടറെ മുത്ത് എന്ന് പറയുന്ന പരിശീലകൻ എടുത്ത് പരിശീലിപ്പിച്ച് ചെറിയ പ്രായം മുതൽ വളർത്തിയെടുക്കുന്ന വലിയൊരു മെസ്സേജ് കൊടുക്കുന്ന, എങ്ങനെയാണ് പ്രോപ്പറായ ഒരു ഫുട്ബോളറെ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാസ് അടക്കം എടുത്തു കൊടുക്കുന്ന ഒരു സിനിമയാണിത്. നമ്മൾ സി കെ വിനീതിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കണ്ടു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു പരിശീലകനെ കിട്ടിയത് 17-ാമത്തെ വയസ്സിലാണ്. ഇന്ത്യൻ ഫുട്ബോളിലെ സാഹചര്യമാണ്. 17-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു പരിശീലകനെ കിട്ടിയത്. നേരെ മറുപുറത്ത് 17-ാമത്തെ വയസ്സിൽ ലയണൽ മെസ്സി വേൾഡ് കപ്പ് കളിക്കുക. അപ്പോൾ അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതിലേക്കൊരു എന്താണ് പറയുക, ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പാകാൻ വേണ്ടി ഈ ഒരു സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി സാധിക്കും. കാരണം ഈ ക്യാപ്റ്റൻ സുബാസുവിനെ പോലെ ഇപ്പം മുത്തു ആയാലും തൊത്തായാലും ഇവർ ഇനി വരുന്ന ജനറേഷനെ, ഫുട്ബോൾ കളിക്കാരെ ഇൻസ്പയർ ചെയ്യുന്നതിലൂടെ തന്നെയാണ് സ്പോർട്സിലേക്ക് കൂടുതൽ എന്താണ് പറയുക, കുട്ടികളും അതുപോലെ തന്നെ ആൾക്കാരും ആകർഷിക്കപ്പെടുക. നമുക്ക് എന്തെങ്കിലും ലോകകപ്പ് കളിക്കാനായി കഴിയും. അപ്പം ലോകകപ്പിന് വേണ്ടിയുള്ള ഒരു പടി കൂടിയായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമയെ കാണാം, ബോളാഗോളത്തെ. ഒരുപാട് ഞങ്ങൾ സിനിമകൾ സംസാരിക്കുന്നതല്ലാതെ ഇവൻ ഒരു ഡയറക്ടർ ലെവലിൽ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഫസ്റ്റ് ഞാൻ കുറേ നോ പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് അവൻ്റെ അടുത്ത് വിളിച്ച് നീ ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ച് നോക്ക്, എന്നിട്ട് നീ ഒഴിവാക്കണ വിവേക്കെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ സ്റ്റോറി, ഞാനും ഇതിലൊരു ക്യാരക്ടറാണ്. ആക്ച്വലി എൻ്റെ നാട്ടിൽ റിയൽ ഇൻസിഡൻ്റായിട്ട് നടന്ന ഒരു ഗ്രൗണ്ട് നഷ്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ വർഷം മുമ്പാണ്. പക്ഷേ ഈ സബ്ജക്റ്റ് വെറും ഒരു ഗ്രൗണ്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമയല്ല അത്. ഇപ്പം എനിക്കും മോനുണ്ട്, മക്കളുണ്ട്. അപ്പോൾ അവരും കൂടി ഞാൻ ചെയ്താൽ എനിക്കിത് ചെയ്യണമെന്ന് അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇതേ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വെച്ച ചലഞ്ച് നാട്ടിൽ ഷൂട്ട് ചെയ്യാതില്ലേ, അത് അതിലും വലിയ ചലഞ്ചായിരുന്നു എനിക്ക്. അതൊക്കെ തരണം ചെയ്തു. നല്ല നല്ല ഫ്രെയിമുകൾ എൻ്റെ നാട്ടിൽ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അതൊക്കെ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം, കുട്ടികളെ സിനിമ കാണിക്കണം. അതാണ് സെൻസർ ബോർഡിൽ നിന്ന് പോലും നമ്മൾ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് എന്താ പറയുക, സ്കൂൾ തലത്തിലൊക്കെ നിങ്ങളിത് പറഞ്ഞ് ചെയ്യിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നല്ല ഫണ്ണായിരുന്നു, എല്ലാവരും ഭയങ്കര വൈബായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് മലബാർ അവിടുത്തെ ആളുകളും അവിടുത്തെ ഫുഡും എല്ലാം നമുക്ക് സ്പെഷ്യലായിരുന്നു. അപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ഒരുപാട് നല്ല നിമിഷങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇമോഷണലായാലും അതുപോലെ തന്നെ നല്ല നല്ല സോങ്ങുകളുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു സ്പെഷ്യലായിട്ടുള്ള സിനിമയാണ്. ചെറിയൊരു സിനിമയാണ്, പക്ഷേ നല്ലൊരു സിനിമയാണ്. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ടുമായിരുന്നു പ്രീമിയർ ഷോ കഴിഞ്ഞ്. അപ്പോൾ എല്ലാതരം പ്രേക്ഷകരെയും പിടിച്ചിരുത്തുന്ന, എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. അത്രേ പറയാനുള്ളൂ. താങ്ക് യു. ഫുട്ബോൾ ഇതിൽ പ്രൊഫഷണലായിട്ട് കാണിക്കണം എന്നുള്ളത് ഇതിൻ്റെ പ്രേക്ഷകരെ നമ്മൾ കാണുമ്പോൾ, കാരണം ഒരു ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നോട്ട് ചെയ്ത് പറയും. കാരണം ഫുട്ബോൾ അത്രമേൽ ഹൃദയത്തിൽ കൊള്ളുന്നൊരു കളിയാണ്. നമ്മൾ ലോക ഫുട്ബോൾ നടക്കുമ്പോൾ
ഉറക്കമണിച്ചിരുന്ന് കളി കാണുന്ന ടീമാണ് നമ്മളിത്. നമ്മുടെ ടീമില്ല എങ്കിൽ കൂടി നമുക്കൊക്കെ ഓരോ രാഷ്ട്രങ്ങളുടെ ഇഷ്ടപ്പെട്ടു നമ്മൾ കളി കാണുന്നുണ്ട്. അപ്പോൾ ഫുട്ബോൾ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു ജനതയോട് ഈ ഫുട്ബോളിൻ്റെ കഥ പറയുമ്പോൾ നമുക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആയിരുന്നു പിന്നിലത്ത് വരുന്ന കളിക്കാരൻ്റെ റോൾ എന്ന് പറയുന്നത്, തൊത്ത് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ. കുട്ടികളെ സ്പോർട്സിലേക്ക് എത്രത്തോളം ഇറക്കുന്നോ അത്രത്തോളം കുട്ടികൾ നന്നായി വരും. സ്പോർട്സിലേക്ക് ഇറക്കണമെങ്കിൽ നമുക്ക് ഗ്രൗണ്ടുകൾ വേണം, നമുക്ക് നല്ല പിച്ചുകൾ വേണം, സൗകര്യങ്ങൾ വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം. ബേസ് ലെവലിൽ നമുക്ക് ഓരോ പഞ്ചായത്തിലും ഒരു മിനിമം ഒരു പഞ്ചായത്ത് ഗ്രൗണ്ടെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് അവിടെ വന്ന് കളിക്കാൻ കഴിയും. ഈ ഒരു സിനിമയും മുന്നോട്ട് വെക്കുന്നത് തന്നെയാണ്. സിനിമയുടെ നേരത്തെ ജുനേസ്ക പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. നമ്മൾ ഇതിൽ നിന്ന് ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മളൊരു ഫുട്ബോൾ സ്റ്റേഡിയം അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പിച്ച് ഒരുക്കാനുള്ള ഒരു വലിയ ഇനിഷ്യേറ്റീവിലേക്ക് തന്നെയാണ് പോകുന്നത്. സിനിമയ്ക്ക് അകത്തും പുറത്തും നമ്മൾ ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് തന്നെയാണ് ബേസിക്കലി ഇതിൻ്റെ നിർമ്മാതാക്കൾ ലക്ഷ്യമിടുന്നത്. അതൊരു വളരെ എന്താണ് പറയുക, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ്. കാരണം ഈ ഇന്ത്യൻ ഫുട്ബോൾ സർക്യൂട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം കുട്ടികൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ഇത്രയും കാലയളവിനുള്ളിൽ. അപ്പം ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല, ഇതൊരു മൂവ്മെൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കൾച്ചർ തന്നെയാണ്. നമ്മളൊരു കൾച്ചർ ഡെവലപ്പ് ആക്കാൻ വേണ്ടി, ഒരു നാടിൻ്റെ ഫുട്ബോൾ ഡെവലപ്പ് ആക്കാൻ എന്നുള്ളതല്ല, ഒരു നാടിനെ ഡെവലപ്പ് ആക്കാൻ വേണ്ടി കുട്ടികളെ കളിക്കളങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു നല്ല പ്രോസസ്സ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സിനിമയും കൊണ്ട്. 2 മണിക്കൂർ നമുക്ക് എൻ്റർടൈനിങ് ആയിട്ട്, എൻഗേജിങ് ആയിട്ട്, ഇൻസ്പിറേഷണൽ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ, ആ സിനിമ ആകുക എന്നുള്ളത് തന്നെയായിരുന്നു ഇത്. പക്ഷേ അതിനകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഈ ലഹരിയൊക്കെ ഇതിന് മെസ്സേജുകൾ വരെ നമ്മൾ ഉപദേശിക്കും എന്നുള്ള രീതിയിലല്ല, ഒരിക്കലും അത് ഉപദേശിക്കുന്നില്ല. പക്ഷേ നമുക്ക് ചില ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ലഹരികൾ ലോകത്തുണ്ട്. കാൽപന്ത് ലഹരിയാണ് എന്നുള്ളത് നമ്മൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. എല്ലാ സെവൻസിൻ്റെ പോസ്റ്ററുകളിലും നമ്മൾ സൈഡിൽ ചെറുതായിട്ട് കാണുന്ന ഒരു മെസ്സേജാണിത്, കാൽപന്താണ് ലഹരി എന്ന് പറയുന്നത്. ഇതും ഒരുപാട് ലഹരികളുണ്ട്. യാത്ര ലഹരിയാണ്, വായന ലഹരിയാണ്, ഭക്ഷണ ലഹരിയാണ്, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ലഹരികളുണ്ട്. യുവത്വം അതിലേക്കൊക്കെ തിരിയട്ടെ എന്നുള്ളതാണ്. നമുക്ക് ആൾട്ടർനേറ്റീവായ ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഡ്രഗ്സ് വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ വേണ്ടെന്ന് പറയണമെന്നുള്ളതാണ്. അവർ പ്രായം അങ്ങനെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കൊടുക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ എന്ത് തൂഫാനാണെങ്കിലും എന്ത് പ്രൊജക്റ്റ് ആണെങ്കിലും അത് വർക്കൗട്ട് ആവുള്ളൂ. അല്ലാതെ നമ്മൾ അവരെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് കാര്യമില്ല, പകരം സാധനങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കണം അവർക്ക്. അപ്പോൾ ഈ സിനിമ അർത്ഥത്തിൽ ഉപദേശക സിനിമയൊന്നുമല്ല, പക്ഷേ സിനിമയിൽ അത്തരം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. കോച്ച് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്, ഒരു ഫുട്ബോൾ കോച്ചായിട്ട് ചെയ്യുന്നത്. അത് അതിലേക്ക് അട്രാക്ട് ചെയ്തൊരു ഫസ്റ്റ് ഇതായിരുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുള്ള കുറച്ച് വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതൊരു അട്രാക്റ്റീവ് പോയിന്റ് ആയിരുന്നു. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാമെന്നുള്ളൂ. നമുക്ക് കിട്ടുന്ന എല്ലാം സെയിം പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്കതൊരു ചലഞ്ചിങ് ആണ്. നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം, മിനി സ്ക്രീൻ ആണെങ്കിലും ബിഗ് സ്ക്രീൻ ആണെങ്കിലും നല്ല റോളാണ്, ലീഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള ഏരിയാസ് അതിലുണ്ട് എങ്കിൽ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത സിനിമ എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യം ചെയ്ത സിനിമയും അതും സ്പോർട്സ് ചെയ്യുന്നത്, അത് ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് പറഞ്ഞിട്ടാണ്. അതിൽ 7 ചെറിയ കുട്ടികളെ കഥാപാത്രത്തിൽ ഏറ്റവും മുൻഗണനയിൽ നിൽക്കുന്ന കുട്ടികളെ കഥാപാത്രത്തിൽ ഒരാൾ ഞാനായിരുന്നു. സ്പോർട്സ് എന്ന് പറയുന്നത് അന്നും ഇന്നൊക്കെ ഞാൻ ചെറുപ്പം മുതലേ കളിച്ചു വന്ന സാധനമാണ്. പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അമ്മയ്ക്ക് പിന്നെ അന്നത്തെ കാലത്ത് ഒരു ഓർത്തഡോക്സി പരിപാടി ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു സ്റ്റേറ്റ് ലെവലിലേക്കൊക്കെ കിട്ടിയിട്ട് അമ്മ പോവാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ ഈ ഫുട്ബോളിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ പന്ത് തട്ടുന്നതിൻ്റെ കൂടെ നമ്മളെ കയ്യിൽ കുറച്ച് സ്കില്ലുണ്ടാവുക എന്ന് പറയുന്നത് ആൾക്കാരെ കാണിക്കാൻ പറ്റിയ സാധനമാണ്. ഞാനൊരു കളിക്കാരനാണെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഇരിക്കുന്നതും ഈ ഒരു ബോൾ എടുത്ത് എനിക്ക് 2 സ്കില്ലുകളെ കാണിച്ചു തരാൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ലൈവ് ക്യാരക്ടേഴ്സാണ്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ലൈവല്ല, ഞാൻ എൻ്റെ ഒരു കുറച്ചൊക്കെ അച്ചടിയൊക്കെ കയറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ശരിക്കും ഇങ്ങനത്തെ ഒരാളേ അല്ല. ഞാൻ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത്രയും ലൈവായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ ചെയ്തു വന്നതും അങ്ങനെ തന്നെ. അഭിലാഷത്തിലായാലും ഞാൻ അടുപ്പ് എന്ന് പറഞ്ഞൊരു വെബ് സീരീസിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലൊക്കെ കുറച്ചുകൂടി ലൈവായിട്ട് കുറച്ച് ഫണ്ണായിട്ടുള്ള പരിപാടിയാണ് പിടിച്ചത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ജുനൈസ്ക്ക് കുറച്ചും കൂടി ഒരു പിടുത്തം തന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, ലൈവായിട്ട്. ഒരു 2 മിനിറ്റ് നമ്മൾ ചുമ്മാ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചാൽ നമുക്ക് നാക്കിൽ നിന്ന് എന്തൊക്കെ പിഴകൾ വരും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. ചുമ്മാ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക, റാൻഡം ടോപ്പിക് എടുക്കുക. അപ്പോൾ 90 മിനിറ്റ് ഈ എന്താണ് പറയുക, കമൻട്രി ബോക്സിൽ ഇരുന്ന് അലയ്ക്കുന്ന ഞങ്ങളുടെ അവസ്ഥ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരും, പക്ഷെ ബൈ പ്രോസസ്സ് അത് ഡെവലപ്പ് ആയിക്കോളും എന്നുള്ളതാണ്. ഇപ്പം കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള, കളിയെക്കുറിച്ച് അത്യാവശ്യം നല്ല അറിവുള്ളൊരു മനുഷ്യനാണ് വിജേട്ടൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവല് ഫുട്ബോൾ ബ്രില്യൻസ് ഉള്ള മനുഷ്യനാണ്. പക്ഷേ കമൻട്രിയിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ
ഈ എന്താണ് പറയുക, ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്ന സമയത്ത് വലിയ വലിയ റീലിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ പോലും പേടിക്കുക എന്ന് പറയൂലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ആദ്യമായിട്ട് ഇറക്കി വിട്ടതിൻ്റെ ആ ഒരു പകപ്പ്, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല അറിവുള്ളൊരു മനുഷ്യനാണ്, ലെജൻഡറി പ്ലെയറാണ്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കാം. നല്ല കമൻറ്റേറ്ററായിട്ട് വളർന്നു വരട്ടെ, ഇനി സമയമുണ്ട്. അപ്പം എല്ലാവരും പ്രോസസ്സാണല്ലോ. 90 മിനിറ്റ് നമ്മൾ സംസാരിക്കുന്നതിന് ഓരോ മാച്ചിനും നമ്മൾ 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. അതായത് കൈപ്പടയിൽ നോട്ടുകൾ എഴുതുന്നത് മുതൽ ഓരോ കളിക്കാരുടെ 22 കളിക്കാരുടെ മാത്രമല്ല നമ്മൾ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിലുള്ള പ്ലെയേഴ്സിൻ്റെ അടക്കം 10-60 പേരുടെ ആ ഒരു എൻ്റയർ ഹിസ്റ്ററി നമ്മൾ എഴുതണം. നമ്മൾ കോച്ചസിൻ്റെ ഡീറ്റെയിൽസ്, റഫറീസ് ഏതൊക്കെ നാട്ടിൽ നിന്നുള്ളവരാണ്, ഗ്രൗണ്ട് നടക്കുന്നതിൻ്റെ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, കംപ്ലീറ്റ് ആ ഒരു ഗെയിമിനെ സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടുമോ അത് മുഴുവൻ നമ്മൾ എഴുതി ഉണ്ടാക്കണം. അതിനുശേഷം മാത്രമേ ഒരു മാച്ച്, അതായത് 90 മിനിറ്റിൻ്റെ ഒരു മാച്ച് പറയാൻ നമുക്ക് 6 മണിക്കൂർ 8 മണിക്കൂർ ചിലപ്പോൾ ഒരു 24 hours ഒക്കെ കഷ്ടപ്പാടുണ്ട് ഒരു മാച്ച് പറയാൻ. വാഴ സിനിമ വിജയിച്ച് എത്ര കോടി കളക്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ അത്തരം നല്ലൊരു ആശയം എടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. യൂത്ത് വിജയിപ്പിച്ച ഒരു സിനിമയാണ് വാഴ എന്ന് പറയുന്നത്. കാരണം വാഴക്കകത്ത് വളരെ പച്ചക്ക് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് സാധനം പിന്നെ തൂക്കിയിട്ടിട്ട് നടക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പച്ചക്ക് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നൊരു സിനിമ വിജയിക്കുക എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് ഗുഡ്. അത് നല്ലൊരു മെസ്സേജ് ജനങ്ങൾ ഏറ്റെടുക്കുന്നുള്ളതാണ്. അത് പറയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ലഹരി ഉപയോഗിക്കുന്ന ഒരാളോട് ഉപദേശിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വെറുപ്പുളവാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ യൂത്ത് ആ സിനിമ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് ഇപ്പോഴും സ്വീകാര്യതയുണ്ട്. പക്ഷേ പറയുന്ന പോലെ പറയണം. അതുകൊണ്ടാണ് നമ്മളൊരു കഥ പറച്ചിലൂടെ ഈ സിനിമ പറഞ്ഞ് വെച്ചിട്ടുള്ളത്. വാഴൻ്റെ മറ്റൊരു വെർഷനാണ് ബോളാഗോളം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളോട് ആദ്യം പറഞ്ഞത് അതാണ്, ഈ കോയും കുഞ്ഞാപ്പ് എന്നുള്ള കഥാപാത്രം വീട്ടിൽ വെച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അതിൽ വന്നിട്ട് ആ സാധനം നടക്കില്ല. അത് റീല് വേറെ സിനിമ വേറെ. സിനിമയിൽ മീറ്റർ നമ്മൾ നല്ലോണം കുറക്കണം, റീലത്തെ മീറ്ററോട് പോകുന്നിട്ടാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെ അത് ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ 3ാമത്തെ സിനിമ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒരു പിടുത്തം ഉണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത്ര വലിയൊരു പ്രശ്നം വന്നിട്ടില്ല. ഈ പടത്തിൽ ഡയറക്ടർ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ സാഹചര്യം ഒത്തിട്ടുള്ള ഓരോ ഡയലോഗ്സും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ഇതിൽ തന്നത്. എടുത്തു പറയാനുള്ളത് മാക്സിമം ഞങ്ങളെ ഇതിൽ മുതലാക്കിയിട്ടുണ്ട് ഡയറക്ടർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളുടെ കയ്യിൽ എന്തൊക്കെയുള്ളത് എന്നുള്ള എല്ലാ വ്യക്തിയും മൂപ്പർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പടത്തിൽ വേറൊരു തന്തിമോനല്ലാത്തൊരു രീതിക്ക് ഞങ്ങളിതിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആഘോഷങ്ങളും ആവേശങ്ങളും പറഞ്ഞ പോലെ ഇൻ്റർനാഷണലാണ്. നമ്മൾ ആവേശങ്ങൾ ഇൻ്റർനാഷണലാണ്. വലിയ ലോകത്തെ ഏറ്റവും വലിയ ഫ്ലെക്സ്, ലോകത്തെ ഏറ്റവും വലിയ കട്ടൗട്ടുകൾ ഒക്കെ നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ആഘോഷങ്ങളും ആവേശങ്ങളും മാത്രം മതിയോ? നമുക്ക് ആക്ഷൻസ് വേണ്ടേ? നമ്മളെ കുട്ടികളും നാളെ ലോകത്തിൽ കളിക്കണ്ടേ എന്നുള്ളതൊക്കെയാണ് സിനിമ മുന്നോട്ട് വെക്കുന്നത്. സിനിമ അതിനുകൂടി വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സിനിമ സ്ക്രീനിലല്ല ക്ലൈമാക്സ്, സിനിമയുടെ ക്ലൈമാക്സ് റിയൽ ലൈഫിലാണ്. അതങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ആണെങ്കിൽ അതൊരു ചരിത്രമാകും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ ചരിത്രമാകും. പിന്നെ പ്രവർത്തിച്ചത് മാത്രമല്ല, ഈ സിനിമ കണ്ടവരൊക്കെ ആ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. തുടക്ക കാലഘട്ടത്തിൽ ഒരു സിനിമയായിരുന്നു ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ എന്ന് പറഞ്ഞ്. അത് എനിക്ക് തോന്നുന്നു 2018-19 ആ ടൈമിലങ്ങണ്ട റിലീസായി പോയത്. ഇപ്പോൾ ആ ഒരു പടത്തിൽ നിന്ന് ഈ ഒരു പടം വരെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് എനിക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് സെൽഫായിട്ട് അത് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. ശരിക്കും ഒരു ഫുട്ബോൾ പ്ലെയർ ആണോ ചേട്ടൻ? ഒരുപാട് പ്ലേ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഫുട്ബോൾ നല്ല പരിശീലനമായിട്ടൊക്കെ കോച്ചൊക്കെ ആയിട്ട്. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് ആ 10ാം ക്ലാസ്സോടുകൂടി ഈ ഫുട്ബോൾ ക്രിക്കറ്റ് പരിപാടികളൊക്കെ നിർത്തിയതാണ്. പിന്നെ ഞാൻ പഠിപ്പിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. റോബിൻ സിംഗ് നല്ലൊരു പാസുമായി എന്തായാലും മുന്നിലേക്ക് നല്ലൊരു മുന്നേറ്റം തന്നെയാണ് സഹൽ അബ്ദുൾ സമദിലേക്ക് കൊടുക്കുന്നത്. ആൻഡ് നല്ലൊരു ഗോൾ അവിടെ പെനാൽറ്റി ഏരിയയിലേക്ക്. ആൻഡ് ദാറ്റ്സ് എ ഗോൾ. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പുമായി ചരിത്രമുറങ്ങുന്ന ഇന്ത്യൻ ഫുട്ബോൾ, ഭാരത ഫുട്ബോൾ മണ്ണിലേക്ക് ഒരു മികവുറ്റ വിജയവുമായി ലോക ഫുട്ബോളിന്റെ കനക കിരീടം വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഏറ്റുവാങ്ങുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം. ഇത് ഒരു നാടിൻ്റെ മാത്രം കഥയല്ല, ഇത് എല്ലാ ക്ലബ്ബുകളുടെയും കഥയാണ്, എല്ലാ നാടുകളുടെയും കഥയാണ്. ഗ്രൗണ്ട് നഷ്ടപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. അപ്പോൾ അത്തരം ഒരു പുനർവിചിന്തനത്തിന് വക നൽകുന്ന ഒരു സിനിമയാണ്. ഇതൊരിക്കലും ഒരു ഡോക്യുമെൻ്ററിയൽ സിനിമയല്ല. ഇത് എൻ്റർടൈനിങ് ആയിട്ടുള്ള, എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും.
അത്തരം ഒരു സിനിമയിലൂടെ, സിനിമ സത്യത്തിലൂടെ ഒരു ആശയമാണ്. സിനിമ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ സൊസൈറ്റി നേരിടുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുക എന്നുള്ളതാണ് സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം, നമ്മൾക്ക് ഗോൾ നേടണം എന്നാണ് ആഗ്രഹിക്കുന്നത്.